ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 നവംബർ 16 വൃശ്ചിക രവി സംക്രമമാണ്. അതായത് സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് രാശി മാറുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ സൂര്യൻ തുലാം രാശിയിൽ നീചരാശിയിൽ സഞ്ചരിക്കുകയാണ്. നവംബർ 16 ആ തുലാം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് രാശി മാറുന്നു. വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ കാലപുരുഷൻ്റെ അഷ്ടമരാശിയാണ്. വൃശ്ചിക രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന സമയമാണ്. ചൊവ്വ സൂര്യനെ സംബന്ധിച്ചിടത്തോളം മിത്രഗ്രഹവുമാണ്. അപ്പോൾ പൊതുവെ വൃശ്ചിക രാശി ഒരു പരിവർത്തനത്തിൻ്റെ രാശിയാണ്, നിഗൂഢതകളുടെ രാശിയാണ്, ആത്മീയ ഉൾക്കാഴ്ചയുടെ രാശിയാണ്. അതുപോലെ തന്നെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവികാസങ്ങളുടെ രാശിയാണ്. അപ്പോൾ ആ രാശിയിലേക്ക് സൂര്യൻ, അത് ജീവൻ്റെയും പ്രകാശത്തിൻ്റെയും ഗ്രഹമായിട്ടാണ് നമ്മൾ സൂര്യനെ കാണുന്നത്. അങ്ങനെയുള്ള സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് വരുമ്പോൾ നമ്മുടെ നിഗൂഢതകളുടെ ഇരുളിലേക്ക് ആ സൂര്യൻ്റെ പ്രകാശം എത്തുന്ന സമയമാണ്. അത് നിഗൂഢ സത്യങ്ങൾ കണ്ടെത്തുന്നതിന് സഹായകമാകും. അപ്പോൾ പൊതുവേ ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇപ്പോൾ ഗവേഷണത്തിലും ഗവേഷകർക്ക്, അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക്, നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക്, ആത്മീയ തലത്തിൽ ഫോക്കസ് ചെയ്യുന്നവർക്ക്, ശാസ്ത്രജ്ഞർക്ക്, ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അവർക്കൊക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഏത് മേഖലയിലായാലും ആ മേഖലയുടെ ആഴങ്ങളിലേക്ക് ചെന്ന് അതിൻ്റെ ആ സത്യങ്ങൾ കണ്ടെത്തുന്നതിനും അതിൻ്റെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനുമൊക്കെ നമുക്ക് കഴിയും. പൊതുവെ ഒരു സ്വയം നമ്മുടെ വീഴ്ചകളൊക്കെ തിരുത്തി സ്വയം ശുദ്ധീകരിക്കുന്നതിനും അങ്ങനെ സ്വയം പരിവർത്തനത്തിന് വിധേയമാകുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിരിക്കും ഈ സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് രാശി മാർഗ വഴി പൊതുവെ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം നമുക്ക് സൂര്യൻ്റെ ഭാവാധിപത്യം എന്താണ്, സൂര്യൻ്റെ സ്ഥിതി എവിടെയാണ്, സൂര്യൻ്റെ ദശയാണോ അപകാരമാണോ, ഇപ്പോൾ ഏത് ദശ അപകാരമൊക്കെ നടക്കുന്നു. അപ്പോൾ ഇവയുടെയൊക്കെ വ്യത്യാസമനുസരിച്ച് ഈ വൃശ്ചിക രവി സംക്രമം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും വ്യത്യസ്തമായിട്ട് സ്വാധീനിക്കും. ഇപ്പോൾ ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ വൃശ്ചിക രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും വൃശ്ചിക രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ധനുക്കൂറുകാരെന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും 9ാം ഭാവാധിപനാണ്, ഭാഗ്യഭാവാധിപനാണ് സൂര്യൻ, ത്രികോണ ഭാവാധിപനാണ് സൂര്യൻ. പക്ഷേ ആ സൂര്യൻ നവംബർ 16 12ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ ഡിസംബർ 15 വരെ ആ സൂര്യൻ 12ാം ഭാവരാശിയിൽ ഉണ്ടാകും. 12ാം ഭാവാധിപനാണെങ്കിൽ ചൊവ്വയാണ്. ആ ചൊവ്വ 5ാം ഭാവാധിപനുമാണ്. 5ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12 തന്നെ നിൽക്കുന്ന സമയവും കൂടിയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ 12ലേക്ക് രാശി മാറുക എന്ന് പറയുമ്പം നമുക്ക് ഭാഗ്യസംബന്ധമായിട്ട് അത്ര ഗുണകരമല്ല. എങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർക്കും മുൻപ് പുണ്യകർമ്മങ്ങൾ ചെയ്തവർക്കും ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നവർക്കും സാധുജന സേവനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ അല്പം ധനച്ചെലവ് കൂടുന്ന സമയമാണ്. ഇപ്പം പിതാവിന് ചെറിയ ആരോഗ്യ പ്രശ്നം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ഇപ്പോൾ തൊഴിലിൽ, അതുപോലെ നമ്മുടെ ബിസിനസ്സിൽ ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഈ സമയത്ത് വേണ്ടി വരും. ആത്മീയ ഗുരുക്കന്മാരെയൊക്കെ കാണുന്നതിനോ അവരുടെ ഉപദേശമൊക്കെ കിട്ടുന്നതിനോ ഒക്കെ അനുകൂല സമയമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടാകും. നല്ല കാര്യങ്ങൾക്കായിട്ട് പണം ചെലവ് കൂടുന്ന സമയം എന്ന് പറയാം.
തൊഴിലിനായിട്ട് അല്പം ഹാർഡ് വർക്കൊക്കെ വേണ്ടി വരുന്ന സമയമാണ്. നമ്മൾ കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ കഴിവതും പരസ്യമാക്കാതെ അത് രഹസ്യമാക്കി വയ്ക്കുന്ന ഒരു പ്രവണതയാണ് ഈ സമയത്ത് കാണുന്നത്. പൊതുവെ ഏകാന്തത ഇഷ്ടപ്പെടുന്ന സമയമായിരിക്കും. തൊഴിലിടത്ത് ശത്രുക്കളുടെ ആധിപത്യം ഉണ്ടാകാവുന്ന സമയമാണ് എന്നുള്ളതിനാൽ നമ്മൾ അല്പം കെയർ വേണം. ദൂരസ്ഥലത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ സാധ്യത തൊഴിലിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ വിജയിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ, അതിനുള്ള പ്ലാനൊക്കെ ആവിഷ്കരിക്കുന്നതിന് അനുകൂല സമയമാണ്. സർവീസിലുള്ളവർക്ക് തൊഴിലിൽ എന്തെങ്കിലും സഡൻ മാറ്റങ്ങൾ, ചിലപ്പോൾ ദൂരസ്ഥലത്തേക്ക് യാത്രകൾ, ട്രാൻസ്ഫറൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഭാഗ്യഭാവാധിപൻ 12-ലായതുകൊണ്ട് പൊതുവേ നമുക്ക് ഭാഗ്യ തടസ്സങ്ങൾ, ഇപ്പോൾ നമുക്ക് എന്ത് വിജയം ഉണ്ടായാലും അത് ഭാഗ്യം കൊണ്ടുണ്ടാകുന്ന വിജയമല്ല, പകരം നമ്മുടെ അധ്വാനത്തിൻ്റെ, നമ്മുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അതേസമയം പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്തു വന്നിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ആ പൂർവ നമ്മൾ കർമ്മങ്ങളുടെ ആ ഒരു ഗുണാനുഭവം നമുക്ക് ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ കഴിവതും നമുക്ക് ഈ ഏത് വിജയമായാലും അത് നമ്മുടെ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഭാഗ്യഭാവാധിപൻ മറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ഏത് വിജയവും നമ്മുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന വിജയം. അപ്പോൾ പ്രവർത്തനത്തിൽ കൂടുതൽ ഫോക്കസ് കൂട്ടേണ്ടുന്ന സമയമാണ്. ഓവർ വർക്ക്, അമിത ചിന്തകളൊക്കെ കാരണം അല്പം ഉറക്കക്കുറവൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് തൊഴിൽ നേട്ടങ്ങളുണ്ടാകും. അനാവശ്യ ചിലവ് കുറയ്ക്കുന്നതിനും, അതുപോലെ നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് സഡനായിട്ട് എടുക്കാതിരിക്കുന്നതിനും നമ്മൾ ശ്രദ്ധ കൊടുക്കുക. കൂടുതൽ ക്ഷമ ഒക്കെ വേണ്ടുന്ന സമയമാണ്. ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു പോകുക. ഉന്നത പഠനമൊക്കെ വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് അതിന് ശ്രമിക്കാവുന്ന സമയമാണ്, അതിന് അനുകൂലമായ സമയമാണ്. ഇനി മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും വൃശ്ചിക രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മകരക്കുറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദത്തിൽ പെടുന്നവർ, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പം മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും സൂര്യൻ അഷ്ടമ ഭാവാധിപനാണ്. അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നവംബർ 16-ന് അവരുടെ 11-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഡിസംബർ 15 വരെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഈ 11-ാം ഭാവരാശിയിൽ ഉണ്ടാകും. അതുപോലെ 11-ാം ഭാവാധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ 11-ൽ തന്നെ നിൽക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ ഈ സൂര്യൻ്റെ രാശിമാറ്റവും ചൊവ്വയുടെ 11-ലെ സ്ഥിതിയും സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അപ്രതീക്ഷിത സോഴ്സുകളിൽ നിന്ന് നമുക്ക് ധനനേട്ടം ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ ഭാവിയിൽ ധനഭദ്രത ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളിൽ പണം നിക്ഷേപിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകും. ജീവിത പങ്കാളിയുമായിട്ട് ചേർന്നൊക്കെ ജോയിൻ്റ് അസറ്റ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകും. ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി വഴിയോ, ഇൻഷുറൻസ് വഴിയോ, മ്യൂച്വൽ ഫണ്ട് വഴിയോ, ജോയിൻ്റ് അസറ്റ് വഴിയോ, ഫിക്സഡ് ഡിപ്പോസിറ്റ് പുനർവിന്യാസം നടത്തുക വഴിയോ ഒക്കെ നമുക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന കുടിശ്ശിക പണം കിട്ടാൻ സാധ്യത കാണുന്നു. അതേസമയം ഉറ്റ സുഹൃത്തുക്കൾക്കോ ജ്യേഷ്ഠ സഹോദരനോ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജ്യേഷ്ഠ സഹോദരനുമായിട്ടുള്ള ബന്ധമൊക്കെ, ആ ബന്ധത്തിലൊക്കെ ഒരു കെയർ ഈ സമയത്ത് വേണം. അതുപോലെ ഈ പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ആ 11-ലുള്ള സമയവും കൂടെയാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഈ ജ്യേഷ്ഠ സഹോദരനുമായിട്ടൊക്കെ ഉണ്ടാകുന്നു എങ്കിൽ അതൊക്കെ നമുക്ക് പരിഹരിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ്. സൂര്യൻ അഷ്ടമഭാവത്തിൻ്റെ 4-ലാണ് എന്നുള്ളത് കൊണ്ട് അല്പം ഈ മനഃശാന്തിയൊക്കെ കുറയുന്നതിന് അത് ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് വരാം. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ദീർഘവീക്ഷണത്തോടുകൂടി ആസൂത്രണം ചെയ്യുന്നവർക്ക് നമ്മുടെ ഏത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിയന്ത്രിക്കാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക്, ശാസ്ത്രജ്ഞർക്ക്, അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഓഡിറ്റേഴ്സിന്, അതുപോലെ ബാങ്കിങ് വർക്ക് ചെയ്യുന്നവർക്ക്,
ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ ഈ 11-ലെ സൂര്യൻ ഗുണാനുഭവം ഉണ്ടാക്കും. അപ്പോൾ അവരുടെ പോപ്പുലാരിറ്റിയൊക്കെ കൂടും. അതുപോലെ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ആ മേഖലയിലൊക്കെ മുന്നേറ്റം ഉണ്ടാകാൻ അത് വഴിതെളിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ പഠനത്തിലൊക്കെ മികവ് പുലർത്താൻ കഴിയും. ക്രിയേറ്റീവ് വർക്കിലൊക്കെ ഒരു മെച്ചം നമുക്ക് ക്രിയേറ്റീവ് വർക്കൊക്കെ മെച്ചപ്പെടുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ 11 നീക്കുന്ന ആ ഗ്രഹങ്ങളെല്ലാം തന്നെ 5-ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുകയാണ്. സ്പെക്കുലേറ്റീവ് ബിസിനസ്സൊക്കെ ലാഭകരമാക്കും. പ്രണയബന്ധത്തിൽ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ നമ്മൾ രഹസ്യമാക്കി വച്ചിരുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ അത് പരസ്യമാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക വഴി അത് പരസ്യമാകുന്നതിന് സാധ്യതയുണ്ട്. പൊതുവെ നമ്മുടെ ഏണിംഗ് പവർ കൂടുന്ന സമയമാണ്. അതേസമയം നമ്മൾ സംസാരത്തിലും ഒക്കെ ഒരു സംയമനം ആവശ്യമാണ്. പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും വൃശ്ചിക രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദത്തിൽ പെടുന്നവർ ചതയം, അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും 7-ാം ഭാവാധിപനാണ് സൂര്യൻ. ആ 7-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നവംബർ 16-ന് അവരുടെ കർമ്മസ്ഥാനത്തേക്ക് 10-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഡിസംബർ 15 വരെ സൂര്യൻ കർമ്മസ്ഥാനത്തുണ്ടാകും. കർമ്മഭാവാധിപൻ ചൊവ്വയും ആ കർമ്മസ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. സ്വക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ സൂര്യന് ദിഗ്ബലമുള്ള സമയം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ തൊഴിൽപരമായിട്ട് വളരെ അനുകൂല സമയമായിരിക്കും. ഇപ്പോൾ തൊഴിലിൽ കാര്യക്ഷമത കൂടും. അത് തൊഴിൽ ഉയർച്ചയ്ക്ക് വഴിതെളിക്കും. സ്ഥാനക്കയറ്റത്തിന് വഴിതെളിക്കും. അതുപോലെ ഇപ്പോൾ പ്രൊമോഷനൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുള്ളവർക്ക് അതൊക്കെ പെട്ടെന്ന് മാറുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ തൊഴിലിടത്തൊക്കെ കൂടുതൽ കാര്യക്ഷമത, ഊർജ്ജസ്വലത ഒക്കെ ഈ സമയത്തുണ്ടാകും. അതൊക്കെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുക. സർക്കാരിൽ നിന്നുമൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. ചിലപ്പോൾ സർക്കാരിൻ്റെ ആദരവൊക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട്. തൊഴിൽ നേഴ്സർക്ക് പൊതുവെ അനുകൂല സമയം എന്ന് പറയാം. ഇപ്പോൾ ബിസിനസ്സുകാർക്കും വലിയ നേട്ടം പ്രതീക്ഷിക്കാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഒക്കെ ചിലപ്പോൾ നേതൃതലത്തിലൊക്കെ എത്തുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ കൂടുതൽ ഉത്തരവാദിത്വമൊക്കെ ഈ സമയത്തുണ്ടാകും. അതുപോലെ നമുക്ക് കൂടുതൽ അംഗീകാരങ്ങൾ നമ്മുടെ പ്രവർത്തന മേഖലയിൽ കിട്ടുന്നതിന് സാധ്യതയുള്ള സമയമാണ്. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അത് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ അവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനാകും. ചിലർക്ക് ജീവിത പങ്കാളിയുടെയൊക്കെ സഹായം തൊഴിലിടത്തുണ്ടാകാവുന്ന സമയമാണ്. ജീവിത പങ്കാളിക്ക് തൊഴിലിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയില്ലാത്ത ഒരു ജീവിത പങ്കാളിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ അതിനനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നേട്ടങ്ങളുണ്ടാകും. ഇപ്പോൾ ജന്മരാശ്യാധിപൻ പ്രത്യേകിച്ച് ശനിയാണ്. ആ ശനി 2-ൽ നേർസഞ്ചാരത്തിലൊക്കെ വരുന്ന സമയമാണ്. അതുപോലെ ഇപ്പോൾ അതൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കും. ഇപ്പോൾ സൂര്യൻ 4-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ ശോഭിക്കും. ഇപ്പോൾ വീട്, അതുപോലെ വാഹനം, വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ പൊതുവേ നമ്മുടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ അല്പം ശ്രദ്ധിക്കണം. കുടുംബത്തിൽ ജീവിത പങ്കാളിയുടെയൊക്കെ ആധിപത്യം ചിലപ്പോൾ കൂടുന്നതിന് സാധ്യതയുണ്ട്. ചിലപ്പോൾ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അല്പം ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ തൊഴിൽപരമായിട്ട് വലിയ നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ജന്മരാശിയിൽ പ്രത്യേകിച്ച് കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ സംസാരത്തിൽ നമ്മുടെ ഏത് കാര്യത്തിൽ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അത് കഴിവതും പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ
അത് കുടുംബസുഖം കുറയ്ക്കുന്നതിന് വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും വൃശ്ചിക രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മീനക്കുറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരാണ്. ഇപ്പോൾ മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ 6ാം ഭാവാധിപനാണ്. 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നവംബർ 16 9ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഡിസംബർ 15 വരെ ആ സൂര്യൻ 9ാം ഭാവരാശിയിൽ ഉണ്ടാകും. 9ാം ഭാവാധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ 9ൽ നിൽക്കുന്ന സമയവും കൂടെയാണ്. ഇപ്പം നമുക്ക് ഉന്നത പഠനം, ദൂരയാത്രകൾ, മതപരമായിട്ടുള്ള വിശ്വാസം, ഇവകളിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും. മുതിർന്നവരുടെ, ഗുരുക്കന്മാരുടെയൊക്കെ ഉപദേശം സ്വീകരിക്കുന്നത് ഈ സമയത്ത് ഗുണം ചെയ്യും. ഇപ്പോൾ പൊതുവേ 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാഗ്യസ്ഥാനത്തേക്കൊക്കെ വരുമ്പോൾ അത് ഒരു ന്യൂട്രൽ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അതായത് നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും, അനിഷ്ടകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ദോഷാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം പ്രാരാബ്ധ കർമ്മങ്ങളും ചുമതലകളും ഒക്കെ കൃത്യമായിട്ടൊക്കെ നിർവഹിച്ച് പോകുന്നവർക്ക് മേലുദ്യോഗസ്ഥരുടെയൊക്കെ സഹായം ഈ സമയത്തുണ്ടാകും. ഇപ്പം സർക്കാരിൻ്റെ അനുകൂല നിലപാടുകൾ അവർക്കിപ്പോൾ ഈ സമയത്തുണ്ടാകും. ശത്രുശല്യമൊക്കെ കുറയും. ഈശ്വര കടാക്ഷം കൂടുന്ന സമയമായിരിക്കും. അപ്പം ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിലൊക്കെ അവർക്ക് വിജയം പ്രതീക്ഷിക്കാം. ദൂരയാത്രകൾ കൊണ്ട് നേട്ടങ്ങളുണ്ടാകാം. ഉന്നത പഠനത്തിൽ അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. ഉന്നത പഠനത്തിലൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടും. ഗുരുകടാക്ഷമൊക്കെ ഉണ്ടാകും. അതേസമയം നമ്മൾ അനിഷ്ടകർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അത് മേലുദ്യോഗസ്ഥരുടെ പ്രീതി കുറവിന് വഴിതെളിക്കാം, അവരുടെ വിമർശനങ്ങൾക്ക് വഴിതെളിക്കാം. അതുപോലെ സർക്കാർ നിലപാടുകൾ ചിലപ്പോൾ പ്രതികൂലമാകാൻ സാധ്യതയുണ്ട്. ഈശ്വര കടാക്ഷം കുറയുന്നതിന് അത് വഴിതെളിക്കാം. അതുപോലെ തന്നെ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ചിലപ്പം വിജയം കൈവരിക്കാൻ കഴിയാത്തൊരവസ്ഥ സംജാതമാകാം. ദൂരയാത്രകൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് നഷ്ടങ്ങളാണ് വരുന്നത്. അതുപോലെ ധൈര്യവും വീര്യവും കഴിവും ഒക്കെ നമുക്കുണ്ടെങ്കിലും ഭാഗ്യദോഷം ഉണ്ടാകുന്നതിനും ഉന്നത പഠനത്തിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനും അത് ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് വരാം. അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ കഴിവതും നമ്മൾ ശ്രദ്ധ കൂട്ടുന്നതാണ് ഈ സമയത്ത് നല്ലത്. ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂട്ടുകയും ഗുരുക്കന്മാരുടെ കടാക്ഷമൊക്കെ നമ്മൾ ഈ സമയത്ത് നേടുക എന്ന് പറയുന്നത് വളരെ ഗുണം ചെയ്യും. അതുപോലെ ഉന്നത പഠനമൊക്കെ വിദേശത്ത് ഒക്കെ ഉന്നത പഠനം അതുപോലെ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുവഴിയൊക്കെ അവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. പൊതുവേ ധൈര്യം, വീര്യം ഒക്കെ കൂടുന്നതിനും അതുപോലെ തന്നെ നമുക്ക് അതായത് 3ാം ഭാവരാശിയിലേക്കൊക്കെ ആ ചൊവ്വയുടെയും സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് അല്പം ധൈര്യം, വീര്യം, ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റൊക്കെ നമുക്ക് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമെങ്കിലും 3ലാണ് ആ 2 തമോഗ്രഹങ്ങളുടെ ദൃഷ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ്. വിവാദമായിട്ടുള്ള പ്രസ്താവനകൾ കഴിവതും ഒഴിവാക്കണം. അതുപോലെ നമ്മളെ കഴിവുകളെപ്പറ്റിയും നമ്മുടെ പരിമിതികളെപ്പറ്റിയും നമുക്ക് അവബോധം ഉണ്ടാകുന്നത് പൊതുവെ നമുക്ക് ഈ സമയത്ത് ഗുണം ചെയ്യും. ശത്രുതാ മനോഭാവമൊക്കെ ഒഴിവാക്കി വർക്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവലൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചില മേഖലകൾ, ഇപ്പം മെഡിസിൻ, നിയമം, തത്വശാസ്ത്രം, അതുപോലെ രാഷ്ട്ര മീമാംസ, ഇത്തരം വിഷയങ്ങളിലൊക്കെ ഉന്നത പഠനം നടത്തുന്നവർക്ക് പൊതുവെ ഗുണാനുഭവം ഉണ്ടാകാവുന്ന സമയമാണ്. ഇപ്പം ശത്രുത കുറയ്ക്കുന്നതും ആതുര സേവനങ്ങളിൽ ഏർപ്പെടുത്തുന്നതും ഈശ്വര ചിന്ത കൂട്ടുന്നതും നമ്മുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതും ഒക്കെ തന്നെ പൊതുവെ നമുക്ക് ഈ സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ദോഷാനുഭവങ്ങൾ കുറയ്ക്കുന്നതിനും ഗുണാനുഭവം കൂട്ടുന്നതിനും വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.